അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഫോണിലെ ഫയൽസ് മാറി അല്ലെങ്കിൽ PC-യിലെ ഫയൽസ് മാറി പുതിയ ഫയൽ റീപ്ലേസ് ആയാണ് ഓപ്പൺ ആവുന്നത്. പുതിയ തലമുറയിൽ കുട്ടികൾ ഒരു 5 മുതൽ 8 വരെ അല്ലെങ്കിൽ 10 വയസ്സുള്ള കുട്ടികൾ ഒരുപാട് കളിക്കുന്നുണ്ട്. ഇപ്പം ഇവരിത് കണ്ടിട്ട് ഇതിനെക്കുറിച്ചൊക്കെ അവയർനെസ് ആണ്. അപ്പോൾ ഇവരുടെ സ്വഭാവത്തിന് മാറ്റം വരാൻ സാധ്യതയുണ്ടോ? പറയണം എന്ന് തന്നെ വിചാരിച്ചൊരു കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ മെൻഷൻ ചെയ്ത ഗെയിമുകളൊക്കെ 18+ എന്ന് കംപ്ലീറ്റ്ലി അവർ മെൻഷൻ ചെയ്തിറക്കുന്ന ഒരു സാധനമാണ്. 18 വയസ്സിന് മുകളിലുള്ളവർ മാത്രം കളിക്കുക എന്നുള്ള രീതിയിലത്തെ ഇറക്കുന്ന ഗെയിമാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പിള്ളേർക്ക് ഇത് കൊടുക്കരുതെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. പക്ഷേ പേരൻ്റൽ കൺട്രോൾ അതൊരു വലിയ ഫാക്ടറാണ്. നമ്മൾ വെറുതെ ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, നമ്മളിപ്പോൾ കുഞ്ഞിന് അത് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് അത് കൊടുക്കുന്ന സമയത്ത് അവൻ അവൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിട്ട് അടങ്ങിയിരുന്ന് അത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് കംപ്ലീറ്റ്ലി അത് വിടാതെ നമ്മൾ ഇതിനൊരു സെറ്റ് ഓഫ് ടൈം വെച്ച് കൊടുക്കണം ഉറപ്പായിട്ടും. അല്ലാതെ ഒരു കംപ്ലീറ്റ് ആക്സസ് ഒരിക്കലും കൊടുക്കാൻ പാടില്ല എൻ്റെ അഭിപ്രായത്തിൽ. കാരണം എനിക്ക് എൻ്റെ വീട്ടിൽ ഇപ്പം എനിക്ക് നാട്ടിലൊരു ഗെയിമിംഗ് റൂമുണ്ട്. അതായത് ഞാനൊരു വലിയ ഗെയിമിംഗ് റൂം സെറ്റപ്പ് പണിത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കാണാൻ വേണ്ടി കുറേ കുട്ടികളൊക്കെ വരും. അപ്പോൾ അവരവരുടെ പേരൻസൊക്കെ ആയിട്ട് വരാറുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ആ സമയത്തൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഓരോരുത്തർ ചോദിക്കും, മോനെ ഇവന് ഭയങ്കര ഗെയിം കൊണ്ട് ഭയങ്കരമായിട്ട് ഇരിക്കുക. അപ്പോഴും ഞാൻ അവരോടും പറഞ്ഞു കൊടുക്കുന്നതാണ്, ഇപ്പോൾ പേരൻസ് ആണെങ്കിലും കുറച്ച് സമയം അവർക്ക് ഇതിനു വേണ്ടി കളിക്കാനായിട്ട് കൊടുക്കുക. ഒരു മണിക്കൂറോ 2 മണിക്കൂറോ എല്ലാം കളിക്കാൻ കൊടുക്കുക. അതിനുശേഷം അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അത് ടേക്ക് ഓവർ ചെയ്യാനുള്ള ഒരു എന്താ പറയുക, ഒരു റൈറ്റ് അല്ലെങ്കിൽ ഒരു പവർ പേരൻസിന് ഉണ്ടാവണം. അതില്ലെങ്കിലാണ് ഈ പറഞ്ഞതുപോലെ ഇവർ ഇതിനകത്തൊക്കെ കുറച്ച് ഡീപ്പായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ചേട്ടൻ പറഞ്ഞതുപോലെ ഈ ഗെയിംസ് അഫക്റ്റ് ചെയ്യാൻ നല്ല ചാൻസസ് ഉണ്ട്. അത് വൾഗാരിറ്റി ഉള്ള ഗെയിംസ് ഉണ്ട്, ലൈക്ക് 18+ കണ്ടൻസ് ഉള്ള ഗെയിംസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഈ GTA 5 എന്നൊക്കെ പറയുന്നത് പ്രോപ്പർലി ഒരു 18+ ഗെയിമാണ്. അത് 18 വയസ്സിന് മുകളിലുള്ളവർക്ക് കളിക്കാനുള്ളതാണ്. കാരണം അതിനകത്തെ പോസ്റ്റേഴ്സും അതിനകത്തെ എല്ലാ വീഡിയോസും എല്ലാം 18+ ആയിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനമാണ്. അത് പക്ഷേ കുട്ടികളിലേക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് ഈ കാർ ഓടിക്കാം അങ്ങനത്തെ, അവർക്ക് അതിനകത്ത് മിഷൻസും സ്റ്റോറി ലൈനും ഒന്നും മനസ്സിലാക്കാനുള്ളൊരു ഇതുണ്ടാവില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു പേരൻ്റൽ കൺട്രോൾ എന്തായാലും അതിനകത്ത് ഉണ്ടാവണം. നമ്മുടെ കേരളത്തിൽ തന്നെ കുറേ ചെറിയ പിള്ളേർ സ്ട്രീമേഴ്സ് ഉണ്ട്. അതായത് ഒരു 8 വയസ്സ് 9 വയസ്സുള്ള സ്ട്രീമേഴ്സ് പിള്ളേരുണ്ട്. പുള്ളി എന്ന് പറഞ്ഞാൽ അവന് കളിക്കാൻ വേണ്ടിയിട്ട് സ്പൈറോ ഗെയിമിംഗ് എന്നതാണ് ചെക്കൻ്റെ പേര്. അവൻ്റെ അച്ഛൻ അവന് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ PC-യും സെറ്റപ്പുകളൊക്കെ ചെയ്ത് കൊടുത്തിരിക്കുക. എന്നിട്ട് പുള്ളി ലൈവിൽ ക്യാമറയൊക്കെ വെച്ചാൽ ചെയ്യുന്നത്. പുള്ളി കൂടിയിരിക്കും, അച്ഛൻ എപ്പോഴും ഇങ്ങനെ കൂടിയിരിക്കും. അവൻ അവിടെ ഇരുന്ന് കളിക്കും. അവനവിടെ ഇരുന്ന് കളിച്ച് എല്ലാം കഴിഞ്ഞ് പുള്ളി ആയിരിക്കും കമൻസൊക്കെ വായിക്കുന്നത്. അവനങ്ങനെ വായിച്ച് റിപ്ലൈ പറയാനുള്ള ഒരു ഇതൊന്നും ആയിട്ടില്ല. പുള്ളി കമൻ്റൊക്കെ നോക്കി വായിച്ചൊക്കെ റിപ്ലൈ ഒക്കെ കൊടുത്തിട്ട് ലൈവ് എൻ്റെ ചെയ്യും, പോയി അവന് പഠിക്കാനുള്ള കാര്യങ്ങൾ പഠിപ്പിക്കും. വൈകുന്നേര സമയങ്ങളിലായിരിക്കും, അവധിയുള്ള ദിവസങ്ങളിലായിരിക്കും അവൻ സ്ട്രീം ചെയ്യുന്നത്. റെഗുലറായിട്ട് വരത്തില്ല, കാരണം കൊച്ചു പയ്യനെ പഠിക്കാനുണ്ട്. അത് ഇനിഷ്യേറ്റീവ് എടുത്ത് ഇങ്ങനൊരു ഫാദർ ഇപ്പം അവൻ്റെ കൂടെ ഇരുന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ പുള്ളിക്ക് ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലായതുകൊണ്ട്. ഒരു കാര്യം ഞാൻ പറയാനുള്ള ചേട്ടാ, സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുള്ള എല്ലാവരും മമ്മൂട്ടി ആവത്തില്ല, മോഹൻലാൽ ആവത്തില്ല. അത് എപ്പോഴും എല്ലാ ഒരു സെക്ഷനിലും നമ്മൾ നോക്കേണ്ട കാര്യമാണ്. മകനെ കൊണ്ട് ഗെയിം കളിപ്പിച്ചു അല്ലെങ്കിൽ നമ്മൾക്കറിയാവുന്നവരെ കൊണ്ട് ഗെയിം കളിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവനൊരു പ്രോമിനൻറ്റ് സ്ട്രീമറോ ഒരു ഗെയിമിംഗ് കോണ്ടന്റ് ക്രിയേറ്ററോ ആവാൻ പോകുന്നില്ല. ബട്ട് ഇപ്പം സ്പോർട്സിന് വിടുന്നതാണെങ്കിൽ പോലും നമ്മുടെ മോൻ സച്ചിനാവും അല്ലെങ്കിൽ നമ്മുടെ മോൻ ധോണി ആവുമെന്ന് വിചാരിച്ചല്ലോ നമ്മൾ സ്പോർട്സിന് വിടുന്നത്. ലെറ്റ് ഹിം ട്രൈ എന്നുള്ളൊരു രീതിയിലല്ലേ. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഈ ഫീൽഡിലും കൊടുക്കണമെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ചേട്ടൻ പറഞ്ഞൊരു സൈഡുണ്ട് ഇതിൻ്റെ. അതായത് ഇതിലേക്കുള്ളൊരു അഡിക്ഷൻ, ഒന്നാമത്തെ കാര്യം ഇതിലേക്കുള്ളൊരു അഡിക്ഷൻ ഭയങ്കര അഡിക്റ്റീവാണ്. പ്രത്യേകിച്ച് ചേട്ടൻ പറഞ്ഞ ഏജിലുള്ള കുട്ടികൾക്ക് അവരെ നമുക്ക് കുറച്ച് കൺട്രോൾ ചെയ്യാൻ പാടാണ്. നമ്മൾക്കിപ്പം എൻ്റെ ഒരു ഏജ് അല്ലെങ്കിൽ ചേട്ടൻ്റെ ഏജൊക്കെ ആണെങ്കിൽ ചേട്ടൻ്റെ വർക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് സ്ട്രെസ് കണ്ടിട്ട് നമുക്ക് നമ്മുടെ ഗെയിം കളിച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു ബോധമുണ്ട്, ഇപ്പം കിടന്നുറങ്ങിയാലേ നാളെ രാവിലെ എണീറ്റ് പണിക്ക് പോകണമെന്നുള്ളതാണ്. അപ്പോൾ ഇപ്പം കിടന്നുറങ്ങിയാലേ മര്യാദ കാര്യം നടക്കുള്ളൂ. പക്ഷേ ഈ പിള്ളേരിൽ ഈ ഒരു സാധനം പെട്ടെന്ന് വരത്തില്ല അവർക്ക്. ഈ സ്റ്റഡീസ് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു കുട്ടികളിലാണ് റിഫ്ലക്സ് ഭയങ്കര ഹൈ. റിഫ്ലക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റിയാക്ഷൻ ടൈമും പറയണം. അതായത് നമ്മളൊരു ഗെയിം എന്ത് കളിക്കുന്നെങ്കിലും ഇപ്പോൾ ഒരാളെ നമ്മൾ ഫ്രണ്ടിൽ കാണുന്നു, വെടിവെക്കുന്നു, ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളും വെടിവെക്കും, നമ്മൾ വെടിവെക്കും. ഇതിൽ ആരും വീഴുന്നതെന്ന് വെച്ചാൽ ആദ്യം വെടിവെക്കുന്ന ആളായിരിക്കുമല്ലോ ജയിക്കുന്നത്, അതായത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കൊള്ളിക്കുന്നത്. ആ റിയാക്ഷൻ ടൈം ഏറ്റവും കൂടുതലുള്ളത് കുട്ടികളിലാണെന്നാണ് ഗെയിമിംഗ് സ്റ്റഡീസ് പറഞ്ഞിട്ടുള്ളത്. അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് വേറെ ഒന്നിലും കോൺസെൻട്രേഷൻ ഇല്ല. പക്ഷെ നമ്മളൊക്കെ ഗെയിം കളിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഫാമിലി ആയാലോ ബാക്കി എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യത്തിൽ എൻഗേജ്ഡ് ആയിരിക്കും. അതായത് നമ്മൾ ഈ പ്രഷറിലാണ് കളിക്കുന്നത്. പക്ഷേ പിള്ളേർക്കതില്ല. അവർ ഗെയിം കളിക്കാൻ വന്നാൽ അവരുടെ മൈൻഡിൽ ഒറ്റ കാര്യമുള്ളൂ, ഗെയിം. അതാണ് അവരുടെ അൾട്ടിമേറ്റ്. അതുകൊണ്ട്
ആ ഒരു പോയിന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഈ ഒരു പിള്ളേർ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ലൈഫ് സ്റ്റൈലിനെയും അഡിക്ഷനും നന്നായിട്ട് ബാധിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതിൻ്റെ ഒരൊറ്റ വഴി എന്ന് പറഞ്ഞാൽ പേരൻസിന് അവരുടെ മേളിൽ ഒരു കൺട്രോൾ എടുക്കാനുള്ള പവർ ഉണ്ടാവണം. അതിന് ഒരു ടൈം ലിമിറ്റ് സെറ്റ് ചെയ്യാൻ വേണം. ഈഗിൾ ഇതിലേക്ക് വരുമ്പം ഈഗിളിൻ്റെ പേരൻസ് എങ്ങനെയാണ്? ഈഗിളിനെ സപ്പോർട്ട് ചെയ്യുവാണോ ദേഷ്യപ്പെടുവാണോ? അയ്യോ അല്ല, എൻ്റെ വീട്ടുകാർ ഭയങ്കര എതിരായിരുന്നു ഇതിന്. ഞാൻ എന്നെ പറഞ്ഞില്ല, എൻ്റെ അച്ഛൻ പുറത്ത് ഗൾഫിലായിരുന്നു. അപ്പോൾ എന്നെ അമ്മ മാത്രമല്ല, എനിക്കൊരു ചേച്ചിയുണ്ട്. അപ്പം അച്ഛൻ ഇവിടെ ദുബായിലൊക്കെ നിന്ന് കുറേ അത്യാവശ്യം പൈസയൊക്കെ ഉണ്ടാക്കി വീടൊക്കെ വെച്ച് അങ്ങനെ സെറ്റായി വരുന്ന സമയത്ത് പെട്ടെന്ന് ആൾക്കൊരു അസുഖമൊക്കെ വന്നു. അങ്ങനെ തിരിച്ച് നാട്ടിലൊക്കെ വരേണ്ട വന്നു. അപ്പം നമുക്ക് ഫിനാൻഷ്യലി, ഞാനൊരു +2 ആ ഒരു സമയമൊക്കെ ആയപ്പോൾ തന്നെ ഫിനാൻഷ്യലി എൻ്റെ വീട്ടിൽ നല്ല ശോകമായിരുന്നു. അതായത് എന്നെ അങ്ങനെ ചേച്ചിയെ നല്ലൊരു കോളേജിലൊക്കെ പഠിപ്പിക്കണം എന്നുള്ള രീതിയിലും പിന്നെ കല്യാണം കഴിപ്പിച്ചൊക്കെ വിടണ്ടേ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പപ്പയ്ക്ക് കുറച്ച് സേവിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്നെ എന്താ പറയുക, ഞാൻ ഗെയിം അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ച് തരാൻ പറയുമ്പോൾ വീട്ടിൽ ഭയങ്കര പ്രശ്നമായിരുന്നു. അങ്ങനെ ഞാൻ ബാംഗ്ലൂർ പോയിട്ട് ഈ പറയണതുപോലെ ഗെയിം ട്രൈ ചെയ്ത് തുടങ്ങുന്നത് അവിടെ നിന്നാണ്. ഞാൻ തുടക്കം തന്നെ പറഞ്ഞായിരുന്നല്ലോ, ഗെയിം ആദ്യമായിട്ട് കളിച്ചു തുടങ്ങുന്നത് ലാപ്പിൽ കളിച്ചു തുടങ്ങുന്നത് അവിടെ. അന്നും ഗെയിം കളിക്കാൻ വേണ്ടി എന്നല്ല, ഇത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സിന് വേണ്ടിയിട്ടൊരു ലാപ്ടോപ്പ് വാങ്ങിച്ച് തന്നതാണ്. അതിൽ നിന്ന് തുടങ്ങി ഞാൻ ഒരു ജീവിതത്തിൽ ഞാൻ ഭയങ്കരമായിട്ടൊരു റിസ്ക് എടുത്തിട്ടുണ്ട്. എല്ലാവരും പറയണത് പോലെ എല്ലാവരുടെയും ഒരു സക്സസിൻ്റെ പുറത്തൊരു റിസ്ക് എലമെൻ്റ് ഉണ്ടെന്ന് പറയൂലേ, അതുപോലെ ഒരു റിസ്ക് എലമെൻ്റ് ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ ഈ ലാപ്ടോപ്പിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് BGM, അതായത് PUBG ലോഞ്ച് ആവുന്നത്. PUBG ലോഞ്ച് ആയപ്പം കളിക്കാൻ എനിക്ക് ഫോണില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് ഫീസ് അടയ്ക്കാൻ വേണ്ടി പൈസ അയച്ചു തന്നു. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഞാൻ നൈസായിട്ട് ഈ ഫീസ് അടയ്ക്കാൻ തന്ന പൈസ എടുത്ത് ഞാനങ്ങ് ഫോൺ വാങ്ങി. ഏത് ഫോണാണ് മേടിച്ചത് ആദ്യം? വിവോയുടെ ഒരു V25 അങ്ങനെ എന്തോ ഒരു മോഡലാണ്. V23 പഴയ മോഡലാണ്, ഏറ്റവും ആദ്യത്തെ മോഡൽ. സംഗീത മൊബൈൽസ് എന്ന് പറഞ്ഞിട്ടൊരു മൊബൈൽ കടയുണ്ട് ബാംഗ്ലൂർ. അപ്പോൾ അവിടുന്ന് ഞാൻ പോയൊരു ഫോണങ്ങ് വാങ്ങിച്ചു. ഇന്റർവ്യൂ കണ്ണ് നിറഞ്ഞു. ഞാനൊരു ഫോണങ്ങ് മേടിച്ചിട്ട് ഞാൻ വീട്ടിൽ പറഞ്ഞില്ല, ഞാൻ ഫോൺ മേടിച്ചെന്ന്. ഞാൻ എന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഞാൻ അന്ന് തൊട്ട് എന്തെങ്കിലും സൈഡായിട്ട് കുറച്ച് പരിപാടി. അപ്പോൾ ഫീസ് അടയ്ക്കുന്ന കാര്യം ഞാനിങ്ങനെ സാറിനോട് സംസാരിച്ചപ്പോൾ സാറ് പറഞ്ഞു ഒരാഴ്ച അല്ല 1 മാസം കഴിഞ്ഞിട്ട് അടച്ചാൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പം എനിക്കിങ്ങനെ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കി ഇത് ഫീസ് അടയ്ക്കണം. അപ്പം ഞാൻ സാറിനോട് ഇങ്ങനെ കൈയും കാലുമൊക്കെ പിടിച്ച് സാർ എനിക്കൊരു 2 മാസം സമയം തന്നു. അപ്പം ഞാൻ പയ്യെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഞാൻ പാർട്ട് ടൈം എന്തെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ നോക്കി. അങ്ങനെ ഞാൻ കുറേ ജോലിക്കൊക്കെ ഇറങ്ങിയിട്ട് ഈ ഗ്രാഫിക് ഡിസൈനിങ് എന്നൊക്കെ പറഞ്ഞ് അന്ന് ഈ പഠിക്കുന്ന സമയത്ത് ഞാനിതൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ വലുതായിട്ട് വർക്കൊന്നും കിട്ടാതിരുന്നപ്പം ഞാൻ ലാസ്റ്റ് പൈസ ഉണ്ടാക്കും ഒറ്റ വഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ സൊമാറ്റോ, സ്വിഗ്ഗി ഓടാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടുകാരൻ്റെ ഒരു സ്കൂട്ടറൊക്കെ ഒപ്പിച്ച് സൊമാറ്റോ, സ്വിഗ്ഗിയൊക്കെ ഓടി ഒരു 2 മാസം കൊണ്ട് ഞാൻ ഈ ഫണ്ട് അങ്ങ് എടുത്ത് ഞാൻ ഇതങ്ങ് അടച്ചു തീർത്ത്. അങ്ങനെ വീട്ടിൽ അത് പറഞ്ഞിട്ടേ ഇല്ല. ഇത് ഞാൻ ഇതിനു മുമ്പ് ഒരു ദിവസം ലൈവിൽ അല്ലെങ്കിൽ ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ പറയുമ്പോഴാണ് എൻ്റെ വീട്ടുകാർ ഇത് അറിയുന്നത്. ഞാൻ ഈ കാര്യം വീട്ടിൽ പറഞ്ഞിട്ടേ ഇല്ല. എന്നിട്ട് ആ 25,000 രൂപ വെച്ച് ഞാനൊരു ഫോണൊക്കെ വാങ്ങിച്ച് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഞാൻ പയ്യെ കൂട്ടുകാരുടെ കൂടെ കളിച്ചു തുടങ്ങി. അപ്പോൾ കൂട്ടുകാരുടെ കൂടെ കളിച്ചു തുടങ്ങി ഈ പറയണത് പോലെ അവന്മാർക്കിടയിലുള്ള ഒരു പ്രോയായി എന്ന് വെച്ചാൽ അവരുടെ ഇടയ്ക്ക് സ്റ്റാറായി. ആ സമയത്ത് ഈ പറയണത് പോലെ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ 3-4 കില്ല്, എനിക്ക് 20-25 കില്ല് അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പം ആർക്കും അങ്ങനെ വലുതായിട്ട് കളിക്കാൻ അറിയത്തില്ല, ഇത് വന്ന കാലം. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇത് ഇങ്ങനെ റെഫറൻസ് എനിക്ക് അയച്ചു തന്നു. എടാ ഇത് കണ്ടോ, ഇതൊക്കെ ഫോറിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സാണ്, കേരളത്തിൽ നിന്നും ആൾക്കാർ ഇങ്ങനെ കുറവാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ കേരളത്തിൽ അടിച്ചു നോക്കിയപ്പോൾ ആ സമയത്ത് കേരളത്തിൽ കുറച്ച് താരങ്ങളുണ്ട്. കാസ്ട്രോ ഗെയിമിങ്, MRC ഗോഗു, ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ, ഞാനും പയ്യെ ഇതങ്ങ് തുടങ്ങി. കോളേജ് അടച്ചിട്ട് നമുക്ക് അവധിയായി. എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും ഒരു ചെറിയൊരു ഫാമുണ്ട് പശുവിനെ വളർത്തുന്നത്. അത് ഇപ്പോഴും ഉണ്ട് ഞങ്ങൾക്ക്. രാവിലെ എണ്ണീക്കും, ഒരു 3 മണി 4 മണി ആകുമ്പോഴത്തേക്കിന് പുള്ളി എണ്ണീറ്റിട്ട് മമ്മിയും പപ്പയും എണ്ണീറ്റ് ആ പശുവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ. അപ്പം ഞാൻ തലേന്ന് രാത്രി തൊട്ട് വെളിയിൽ വന്നിരിക്കുക ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട്. രാത്രി എടാ വെടി വെക്കടാ പോണോ എന്നൊക്കെ പറഞ്ഞ് മറ്റേ ബഹളമൊക്കെ വെച്ച് വെളിയിലിരിക്കുക നാട്ടിൽ വരുമ്പോൾ. അപ്പോൾ ആ സമയത്ത് ഞാൻ കോളേജിൽ പഠിക്കുക. ഉറപ്പായിട്ടും അമ്മയെന്നുള്ള രീതിയിൽ അമ്മമാർക്ക് വിഷമം വരും. അത് 1 ദിവസം കണ്ടു, 2 ദിവസം കണ്ടു, 3-ാമത്തെ ദിവസവും ഇത് തന്നെ. അപ്പം അവർക്കൊരു പേടിയൊക്കെ വന്നു തുടങ്ങി. ഞാൻ എന്തോ ഈ ചെയ്യുന്നത്, ഇവന് ഉറക്കമൊന്നുമില്ല, അതെ, വെളിയിലിറങ്ങി നിന്ന് കൊല്ലടാ അതാക്കടാ എന്നൊക്കെ പറഞ്ഞ് ചെറുക്കൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് കഴിക്കാനൊക്കെ ചെന്നിരിക്കുമ്പോൾ അമ്മ എൻ്റെ അടുത്ത് ഇങ്ങനെ പയ്യെ ഓരോന്ന് ഇട്ട് തരാൻ തുടങ്ങി. ഇങ്ങനെ നീ എന്തോ ചെയ്യുന്നേ, ഫോണിനകത്ത് നീ എന്തോ ചെയ്യുന്നേ, ഈ ഫോൺ ഇതുകൊണ്ടാണ് നിനക്ക് ഈ പറഞ്ഞ പോലെ ഞങ്ങളിതൊന്നും വാങ്ങിച്ചു തരാത്തത്. ഞാൻ
പണ്ട് തൊട്ടേന്ന് പറഞ്ഞാൽ ഇപ്പം എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കിട്ടിയാൽ എനിക്കിങ്ങനെ അഴിച്ചു നോക്കുക അല്ലെങ്കിൽ റീഫിറ്റ് ചെയ്യുക അങ്ങനെ കുറച്ച് ഭ്രാന്തുള്ള ഒരു കൂട്ടത്തിലായിരുന്നു.